നമ്മളുടെ ഈ ഒരു ലോകത്തിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ആളുകളാണെന്ന് കരുതുന്ന ഒരുപാടധികം ആളുകളുടെ സ്വഭാവം അങ്ങനെ ആകണമെന്നില്ല. പലരും ആട്ടുനൂലിട്ട ചെന്നായ്ക്കൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലായിട്ടുള്ള സിയോളിൽ ഡിസംബർ 20, 2022 ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു വലിയ ഫാൻസി റെസ്റ്റോറൻറ്റിൽ ഒരു കപ്പിൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മൂൺസുഹോ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്, ലീ കെയങ് എന്നായിരുന്നു ആ പയ്യന്റെ പേര്. ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെനു കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് നോക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ലീയെ തൻ്റെ പാരൻസിന് മൂൺ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്നു ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. എന്നാലും ഇന്നാണ് ഇവർ പാരൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ 4 സീറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ലീ ആയിരുന്നു കേട്ടോ ഇത്തരത്തിലുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മൂണിൻ്റെ പാരൻസിനെ കാണണമെന്ന് പറഞ്ഞ് ആള് തന്നെയായിരുന്നു ആ ഒരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ ഇതേപോലെ തന്നെ 4 സീറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ലീയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പെൺകുട്ടിയുടെ പാരൻസിന് ഇഷ്ടപ്പെടും. 32 വയസ്സായിരുന്നു ആ പയ്യൻ്റെ പ്രായം. ആളൊരു ആർമി വെറ്ററനാണ്. അതേപോലെ തന്നെ ആളുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഒരുപാടധികം വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. എന്നാലും ആൾക്ക് അതിൻ്റെ തലക്കനോ കാര്യങ്ങളോ അഹങ്കാരമോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് ഒരു പെറ്റ് ലവർ കൂടിയാണ്. ആളൊരു 3 കാറ്റ്സിനെയും അതേപോലെ തന്നെ ഒരു ഡോഗിനെയും ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പറയും. പിന്നെ ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കഥകളൊക്കെ പറയും. വളരെ ഫണ്ണി ആയിട്ടുള്ള, വളരെ കെയറിങ് ആയിട്ടുള്ള, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പയ്യനായിരുന്നു ലീ. ഇതൊന്നും പോരാത്തതിന് കാണാൻ ഭയങ്കര സുന്ദരനും കൂടെ ആയിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും ഈ പയ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂൺ ഈ ഒരു ലീയിൽ അത്രത്തോളം അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവരവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം രണ്ടുപേര് അവർ റെസ്റ്റോറൻറ്റിലോട്ട് നടന്നു വരികയായിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ഈ മൂണിൻ്റെ പാരൻസ് ആയിരുന്നു. അപ്പോൾ മൂൺ ഇവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ നേരെ ആ ഒരു ടേബിളിൻ്റെ അടുത്തോട്ട് വന്നു. അതിനുശേഷം ലീ എഴുന്നേറ്റ് നിന്നു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്തു. അതിനുശേഷം അവർ അവിടെ ഇരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതിനുശേഷം ഫുഡൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ സംസാരവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത കാര്യം പറഞ്ഞില്ലേ, ആ റെസ്റ്റോറൻറ്റിൽ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ലീ ഈ ഒരു മൂണിൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആളുടെ ആർമിയുടെ കഥയും അതും ഇതുമൊക്കെ കഥകളൊക്കെ പറയാനായിട്ട് തുടങ്ങി. ഈ കഥകളും മറ്റുമൊക്കെ മൂണിൻ്റെ പാരൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു, കഥ പറയുന്നു. ഈ മൂണിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആളുടെ കഥകൾ പറയുന്നു, ഇയാളാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ കഥകൾ പറയുന്നു. അതായത് വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ ഇവർ 4 പേരും നല്ല രീതിയിൽ അങ്ങ് സിങ്ക് ആവുകയാണ്. തൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലീയും പിന്നെ തൻ്റെ പാരൻസും തമ്മിൽ ഇത്രയും നല്ല രീതിയിൽ സിങ്ക് ആവുന്നത് കണ്ടിട്ട് മൂണിന് ഭയങ്കര സന്തോഷമായി. അവരിതൊക്കെ നോക്കി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. അത്രയും നേരം ഇവരിങ്ങനെ സംസാരിക്കലും ഫുഡ് കഴിക്കലും അതേപോലെ തന്നെ ഡ്രിങ്ക്സ് കഴിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞു ആളുടെ പാരൻസ്, അതായത് മൂണിൻ്റെ പാരൻസ് ബൈ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ മൂന്ന് ഹാപ്പിയായി, ലീയും ഹാപ്പിയായി. കാരണം വന്ന പാരൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഈ പാരൻസ് ഇറങ്ങാൻ പോകുന്ന സമയത്ത് മൂണിൻ്റെ അച്ഛൻ നേരെ ചെന്ന് ലീനെ കെട്ടിപ്പിടിച്ച് പുറകിലൊക്കെ തട്ടിയിട്ടൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ലീയെ. അങ്ങനെ ഇവർ റെസ്റ്റോറൻറ്റിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ലീ പറഞ്ഞു തൻ്റെ കാറിൽ മൂണിനെ ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്. എന്നാൽ ലീ നടക്കുമ്പോൾ മൂന്നൊരു കാര്യം മനസ്സിലായി, ആള് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രങ്കാണ്. അതായത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് ഹൈ ആണ് ആള്. പാരൻസിൻ്റെ അടുത്ത് ആ ഹൈ ആയ കാര്യങ്ങളൊക്കെ ആൾ മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിലും മൂണിന് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ മൂൺ വളരെ പൊളൈറ്റായിട്ട് ആളുടെ അടുത്ത് ചോദിക്കുകയാണ്, നമുക്ക് ഒരു ടാക്സി വിളിച്ച് പോയാൽ പോരെ, ഇനിയിപ്പോൾ വെറുതെ കാർ എടുത്ത് പോകണോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ലീ അത് വേറൊരു അർത്ഥത്തിലാണ് എടുത്തത്. താൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, പാരൻസിനൊക്കെ കൊണ്ടുവന്ന് അവരെ ഹാപ്പിയാക്കി വിട്ടിട്ടും ഇവളെൻ്റെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ 1 ഫൈറ്റ് ഉണ്ടായി. അതായത് ഇത്രയും നല്ലൊരു ഡിന്നർ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള പാർക്കിംഗ് ലോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവർ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലീ അവിടെ നിന്ന് എന്താ പറയുക ഒരൊറ്റ പോക്ക് പോയി. ആള് പോയതിന് ശേഷം മൂന്നാകപ്പാടെ സ്റ്റക്കായി അവിടെ നിൽക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൂന്നും ഒരു ക്യാബ് വിളിച്ചിങ്ങേറ്റ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാണ്. അവിടെ എത്തിയിട്ട് ആ ബെഡിൽ കിടന്ന് കരയാൻ മാത്രമേ അവരെ കൊണ്ട് സാധിച്ചുള്ളൂ. അതായത്
ഇയാൾ ഈ പോകുന്ന വഴിക്ക് ഇനി നമ്മൾ തമ്മിലൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് മൂൺ ആ ഒരു ബെഡിൽ കിടന്നുറങ്ങുകയാണ്. അവർ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു രാത്രിയായിരുന്നു അത്. തൻ്റെ പാരൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല ഹാപ്പി ആയിരുന്നു. എന്നാൽ ഈ ഒരു രാത്രി എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ളത് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ തളർന്ന് കിടന്നവർ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ കോളിംഗ് ബെല്ല് കേട്ടിട്ടാണ് മൂൺ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആൾ ചെന്ന് നോക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് ആണ്. ആളുടെ കയ്യിൽ വലിയ ഒരു റോസിൻ്റെ ബൊക്കെയുണ്ട്, അതിൻ്റെ കൂടെ ഒരു കാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റോസ് അയച്ചത് വേറെ ആരും ആയിരുന്നില്ല, ലീ തന്നെ ആയിരുന്നു. അപ്പോൾ തൻ്റെ അപ്പോളജി അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബൊക്കെ ആയിരുന്നു ആൾ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബൊക്കയും ഈ ഒരു കത്തും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മൂൺ നല്ല രീതിയിൽ വീണ്ടും ഹാപ്പി ആവാണ്. ആൾ ഉടനെ തന്നെ തൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഇന്നലെ കഴിഞ്ഞു, നീ നല്ല ഡ്രങ്ക് ആയിരുന്നു, പക്ഷേ അച്ഛനും അമ്മയൊന്നും നമ്മൾ അടിയുണ്ടാക്കിയതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നലെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നടന്ന സംഭവം നമ്മളുടെ ബാക്കിൽ വെക്കാം, പിന്നെ ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട, നമുക്ക് അത് നടന്നിട്ടില്ല എന്ന് വിചാരിക്കാം, എന്നിട്ട് നമ്മളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കാര്യം മൂൺ ഫോൺ വിളിച്ച് പറയാണ്. ലീ ആണെന്നുണ്ടെങ്കിലും ഹാപ്പിയായി അത് കേട്ടപ്പോൾ. അപ്പോൾ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ പോകാമെന്നുള്ളൊരു സജഷൻ ലീവ് വെക്കുകയാണ്. അതിന് മൂൺ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ നൈറ്റ് അവരൊരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചു. അന്ന് ഇതേപോലെ തന്നെ ഒരു ലക്ഷറി ഹോട്ടലിൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ലീ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. അതിനുശേഷം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലീ ഈ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഷോപ്പിങ്ങിന് പോവുകയാണ്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, അതേപോലെ തന്നെ ഹോട്ടൽ റൂം, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഈ ഒരു പെൺകുട്ടിനെ ഭയങ്കരമായിട്ട് ഇയാൾ ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു മൂൺ തന്നെ പറയാണ്, ഞാൻ ക്ഷമിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് ഇയാൾ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിലും ലീ അതൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും നിനക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിത്തരും, നിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ ഒരു റീസണായിട്ട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ആണല്ലോ വരാൻ പോകുന്നത്, അതാണെന്നുള്ളതാണ്. പിന്നെ സൗത്ത് കൊറിയയിലത്തെ ക്രിസ്മസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കപ്പിൾസ് കൂടുതൽ റൊമാൻറ്റിക് ഡേറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന, അതേപോലെ തന്നെ അവർ ഒരുമിച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ് ക്രിസ്മസ് ടൈം. നമ്മളിവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കപ്പിൾസ് അവരുടേതായിട്ടുള്ള രീതിയിലാണ് കൂടുതലായിട്ടും ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റീസൺ പറഞ്ഞായിട്ട് ഒരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കുകയാണല്ലേ ഈ ഒരു മൂണിന്. അങ്ങനെ ക്രിസ്മസ് ഈവനിങ് ആയി. അപ്പോൾ അന്നത്തെ ഈവനിങ്ങിന് നല്ലൊരു കിടിലം പരിപാടി പ്ലാൻ ചെയ്യണം എന്നുള്ളത് ലീ മൂണിൻ്റെ അടുത്ത് പറയാണ്. സോ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആൾക്ക് രാവിലെ തന്നെ പോകണം. അപ്പോൾ ആളുടെ അപ്പാർട്ട്മെൻറ്റിൽ ആളുടെ 3 പൂച്ചകളും അതേപോലെ തന്നെ ഒരു പട്ടിയും ഒറ്റക്കാണ്. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് മൂണിനെ പറഞ്ഞേൽപ്പിക്കുകയാണ്. സോ അന്നത്തെ ദിവസം രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ മൂൺ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അവർ നേരെ ക്യാബ് പിടിച്ചു നേരെ ഈ ഒരു ലീയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. ലീയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീയും കയ്യിൽ പിടിച്ചും കയറ്റി നേരെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തോട്ട് നടക്കുമ്പോൾ ഇവർക്ക് ഒരു സ്മെല്ല് വരികയാണ്. വേറൊന്നുമില്ല, നല്ല റോസിൻ്റെ സ്മെല്ലായിരുന്നു വന്നത്. ആളുടെ അപ്പാർട്ട്മെൻറ്റ് ഡോറിൻ്റെ അവിടോട്ട് എത്തുന്തോറും ഈ ഒരു സ്മെല്ല് കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു മൂൺ ചിന്തിച്ചു, ഓക്കെ, ഇതാണല്ലേ സർപ്രൈസ് ഉണ്ട്, ഇതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങായിട്ട് പോയിട്ട് ക്യാറ്റിനെയും അതേപോലെ തന്നെ ഡോഗിനെയും ഫീഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണല്ലേ ഈ നാടകം എന്നൊക്കെ ഉള്ളതായിരുന്നു മൂൺ ചിന്തിച്ചത്. മൂൺ ഭയങ്കര ഹാപ്പിയായി. എന്നാലും സർപ്രൈസ് പൊളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂൺ ആ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിങ്ങായിട്ട് നേരെ ലീനെ ഫോണിൽ വിളിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു സമയത്ത് ലീ കോൾ എടുത്തില്ല. അപ്പോൾ ലീ വേറെ എന്തെങ്കിലും പണിയിൽ അകത്തായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഇവർ എന്താ പറയുക, കോളിംഗ് ബെല്ലടിക്കുകയാണ്, ഡോറ് നോക്കിയാണ്. കുറേ നേരം നോക്ക് ചെയ്തു, കോളിംഗ് ബെല്ലടിച്ചിട്ടും ആരും ഡോറ് തുറന്നില്ല. അപ്പോൾ ആളവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു മൂൺ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള കീ ഉപയോഗിച്ചിങ്ങായിട്ട് ഡോറ് തുറക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു ഡോറ് തുറന്നപ്പോൾ അവിടെ മുഴുവൻ റോസായിരുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തിരി ക്രീപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് എല്ലാ സ്ഥലങ്ങളിലും റോസ്, പക്ഷേ ഫ്രഷ് റോസ് ആയിരുന്നില്ല. പല റോസിൻ്റെയും പെറ്റൽസൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു അവിടെ റോസും കാര്യങ്ങളും ഇതേപോലെ കൊണ്ടുവച്ചിട്ട്. ഫുള്ളാകപ്പാടെ റോസിൻ്റെ മയമായിരുന്നു. അതേപോലെ തന്നെ ഫ്രഷ് ആയിരുന്നില്ല, ഒരു ക്രീപ്പി ലുക്കായിരുന്നു ആ ഒരു അപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. എവിടെ നോക്കിയാലും റോസിൻ്റെ സ്മെല്ലും ആയിരുന്നു ഉണ്ടായത്. ഏതാ സംഭവം എന്നുള്ളതൊന്നും മൂന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ലീനെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ലീ കോൾ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ആളുടെ 3 പൂച്ചകൾ വന്നിങ്ങായിട്ട് ഈ പെൺകുട്ടിയുടെ ചുറ്റും കിടന്നിങ്ങായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂച്ചയുടെ ഫുഡിൻ്റെ പാത്രത്തിലോട്ട് നോക്കുമ്പോൾ അതിൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പൂച്ചക്കും അതേപോലെ തന്നെ പട്ടിക്കും ഫുഡ് കൊടുത്ത് കയറി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ചിന്തയായിരുന്നു മൂണിന് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ക്യാറ്റ് ഫുഡും ഡോഗ് ഫുഡും ഒക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് മൂണിൻ്റെ അടുത്ത് ലീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കിച്ചണിൽ ചെന്നിങ്ങായിട്ട് ഓരോ എന്താ പറയുക കബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ ഒന്നും ഇവർക്ക് ക്യാറ്റ് ഫുഡോ ഡോഗ് ഫുഡോ കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത് എവിടെ കൊണ്ടുവച്ചേക്കാണെന്ന് വിചാരിച്ചിങ്ങായിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ഹാൾവേയിലൂടെ നടക്കുമ്പോൾ ചെറിയ ഒരു എന്താ പറയുക ഒരു ക്ലോസറ്റ് കാണാണ്. അതായത് ചെറിയൊരു കബോർഡ്. അത് സാധാരണഗതിയിൽ ക്ലീനിങ് ഐറ്റംസും മറ്റുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇനി ഡോഗ് ഫുഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അത് തുറക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അത് ഭയങ്കര ടൈറ്റായിരുന്നു, പെട്ടെന്ന് വലിച്ചിട്ട് പോരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ള ശക്തി മുഴുവൻ എടുത്തെങ്കിലായിട്ട് ഈ ഒരു മൂൺ ആ ഒരു ഡോറ് പിടിച്ചിങ്ങായിട്ട് വലിക്കുകയാണ്. അവസാനം ആ ഡോർ ഇങ്ങനെ പോന്നു. എന്നാൽ അതിൻ്റെ അകത്ത് കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ഒരു സെക്കൻഡ് മൂണാകപ്പാടെ സ്റ്റക്കായി. അതിനുശേഷം അവർ വലിയ വായിൽ ഒച്ച വെക്കുകയായിരുന്നു. അപ്പോൾ മാത്രമാണ് മൂൺ തിരിച്ചറിഞ്ഞത് ഇത്രയും കാലം താൻ കണ്ടിരുന്ന ലീ അല്ല യഥാർത്ഥ ലീ, ആൾക്ക് വേറൊരു മുഖം കൂടിയുണ്ടെന്നുള്ളത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ദിവസങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയും ഡിന്നറൊക്കെ കഴിച്ചിങ്ങായിട്ട് ഇവർ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ, ഒരു അടി ഉണ്ടായല്ലോ. അതിനുശേഷം ഈ ഒരു ലീ അവിടെ നിന്ന് ഒരൊറ്റ പോക്ക് പോയില്ലേ. എന്നാൽ ലീ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നേരെ ക്യാബ് വിളിച്ചിങ്ങനെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആളവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഈ ഒരു മൂണിനെ നോക്കി നിൽക്കുകയായിരുന്നു. മൂൺ അവിടെ കുറച്ച് നേരം നിന്നു. ലീ വരാതായപ്പോൾ അവരൊരു ക്യാബ് പിടിച്ചിങ്ങേരി നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. ഈ ലീ അതിനുശേഷം നേരെ വന്ന് തൻ്റെ കാർ എടുത്തിങ്ങേരി അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവായിരുന്നു. എന്നാൽ ഓൺ ദ വേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ വണ്ടി വേറൊരു ടാക്സി വണ്ടിയുമ്പോൾ പോയിങ്ങേരി തട്ടുമായിരുന്നു. അപ്പോൾ ഇയാൾ ഓൾറെഡി ഡ്രങ്കാണ്. അപ്പോൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്നൊരു സീനുണ്ട്. പിന്നെ ഈ ഒരു ടാക്സി ഡ്രൈവർക്കൊന്നും പറ്റിയില്ല, ആൾക്കൊന്നും പറ്റിയില്ല, വണ്ടിക്ക് ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊരു കേസാക്കാനായിട്ട് ലീക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപും ഇയാളുടെ ലൈഫിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അകത്ത് കിടന്നിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഇയാൾ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഇതേപോലെ തന്നെ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ട് ഇയാൾ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. പിന്നെ മിലിറ്ററി സർവീസൊക്കെ കഴിഞ്ഞു പട്ടാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം 2018 ഇതേപോലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, 2019 ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. സോ പോലീസുകാരൊക്കെ ഇനിയും ഇങ്ങനെയുള്ള ഒരു കേസിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഇഷ്യൂ ആവും എന്നുള്ളത് ആൾക്കറിയായിരുന്നു. അങ്ങനെയാണ് ആൾ ഈ ഒരു ടാക്സി ഡ്രൈവറുടെ അടുത്ത് കേസാക്കരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. താൻ ക്യാഷ് ആയിട്ട് തരാം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ആക്കരുത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ ടാക്സി ഡ്രൈവറും ഓക്കെ പറയാണ്. അപ്പോൾ ഈ ഒരു ലീ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, അപ്പാർട്ട്മെൻറ്റിലാണ് ഫണ്ട് ഉള്ളത്, നേരെ നമുക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തരാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ ലീയുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ആളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി ടാക്സി ഡ്രൈവറും അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറി. പിന്നെ അവിടെ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അതായത് എത്ര പൈസയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ ചൊല്ലിങ്ങായിട്ട് ഈ ടാക്സി ഡ്രൈവറും അതേപോലെ തന്നെ ലീയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ലീ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യത്തിൽ അയാളെ പിടിച്ച് അടിക്കുകയായിരുന്നു. ചില്ലറ അടിയൊന്നുമല്ല അടിച്ചത്, അടിച്ച് ആ ഒരു ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയിട്ട് ആ ഒരു ബോഡിയായിരുന്നു ആള് ആ ഒരു ക്ലീനിങ് സാധനങ്ങളൊക്കെ വെക്കുന്ന പോലുള്ള ഒരു ചെറിയ കബോർഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുങ്ങേറ്റ് വെച്ചത്. പിന്നെ ഈ ബോഡിയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പിറ്റേ ദിവസം പോയിങ്ങായിട്ട് ഒരുപാടധികം റോസും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിങ്ങായിട്ട് അവർ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നിറച്ചത്. സോ ബോഡി അഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്മെല്ല് പെട്ടെന്നുകൊണ്ട് പുറത്തോട്ട് വരില്ലല്ലോ. അതിനുശേഷം അയാൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷും അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു. എന്നിട്ട് ആ പൈസയും ആ ക്രെഡിറ്റ് കാർഡുകളും വെച്ചിട്ടായിരുന്നു ഈ മൂണിന് ട്രീറ്റ് ചെയ്തിരുന്നത്. അതായത് ഫാൻസി റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോവുക, അതേപോലെ തന്നെ ലക്ഷറി ഹോട്ടൽസിൽ റൂം എടുക്കുക, അതേപോലെ തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ ടാക്സി ഡ്രൈവറുടെ ക്യാഷും വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പോരാത്തതിന് ആ ഒരു ടാക്സി ഡ്രൈവറുടെ ഫോൺ ഉണ്ടല്ലോ, ആ ഫോണിൽ നിന്ന് ആളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇയാൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതായത് ടാക്സി ഡ്രൈവർ ഓക്കെ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രമായിരുന്നില്ല ലീയുടെ ഒരു വേറെ മുഖം. ലീയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആളൊരു നുണയുടെ മേലായിരുന്നു നിന്നിരുന്നത്. അതായത് ആള് ഈ ഒരു മൂണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ വലിയൊരു വെൽത്തി ഫാമിലിയിലത്തെ മെമ്പറാണെന്നുള്ളതല്ലേ. എന്നാൽ അങ്ങനെയുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. അത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളും ആയിരുന്നില്ല. ഇയാൾ മുഴുവൻ തള്ളിയതായിരുന്നു. ഇയാൾക്ക് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ജോലിയും കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ഫാമിലിയുടെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങി റോൾ ചെയ്തിട്ടായിരുന്നു ഇയാളുടെ ലൈഫ് മുന്നോട്ട് നീക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മൂൺ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നേരെ തന്നെ ഒച്ച വെച്ച് കയറ്റി പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ്.
അപ്പോഴത്തേനും ആൾക്കാരൊക്കെ എന്താണെന്ന് ചോദിച്ചു. അതേപോലെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസുകാർ സ്ഥലത്തെത്തിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അവർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് വേറെയും ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ ഒരു ലീ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ് ആളുടെ സ്വന്തം അപ്പാർട്ട്മെൻ്റ് ആണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അത് ആളുടെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഏകദേശം 50 വയസ്സ് പ്രായമുള്ള ഒരു ബാർടെൻഡർ ആയിരുന്നു ആളുടെ എക്സ് ഗേൾ ഫ്രണ്ട്. പിന്നെ ആളെപ്പോഴും പറയാറുള്ള ആളുടെ 3 പൂച്ചകളും ആളുടെ പട്ടിയില്ലേ, അത് സത്യത്തിൽ ആളുടെ ആയിരുന്നില്ല, ആളുടെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. പോലീസുകാർ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ അരിച്ച് പറക്കിയപ്പോൾ ആളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ബ്ലഡിൻ്റെ ട്രേസസും കാര്യങ്ങളൊക്കെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിക്കുകയായിരുന്നു. അതിനുശേഷമുള്ള ശക്തമായ ചോദ്യം ചെയ്യലിൽ ആളുടെ ആ ഒരു ഗേൾ ഫ്രണ്ടിനെയും കൊലപ്പെടുത്തിയത് ആളാണെന്നുള്ളൊരു യാഥാർത്ഥ്യം ആൾ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. യെസ്, എക്സ് ഗേൾ ഫ്രണ്ടിനെ കൊന്നു, ആളുടെ അപ്പാർട്ട്മെൻറ്റ് എടുത്തു, ആളുടെ പൂച്ചകളെയും പട്ടികളെയും എടുത്തു. അതേപോലെ തന്നെ അവരുടെ ഫോൺ എടുത്തുകഴിഞ്ഞിട്ട് ഈ ടാക്സി ഡ്രൈവറുടെ ഫാമിലിക്ക് മെസ്സേജ് അയച്ചതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് ആ സ്ത്രീയുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇയാൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ഇവർ ഓക്കെ ആണെന്നുള്ളൊരു സംഭവം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ പോലീസിന് വേറൊരു ഫോൺ കൂടെ കിട്ടുകയാണ്. ആ ഒരു ഫോൺ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള വേറൊരു യുവതിയുടേതായിരുന്നു. എന്നാൽ ആ ഒരു യുവതിയെക്കുറിച്ച് ഇങ്ങേറ്റ് ഈ ഒരു ലീഡ് എടുത്ത് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങേറ്റ് ആളൊന്നും തന്നെ പറഞ്ഞില്ല. അതായത് ആ ഒരു യുവതിയും താനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ആ ഒരു ഫോൺ എനിക്ക് വെറുതെ കിട്ടിയതാണെന്നുള്ള രീതിയിലായിരുന്നു ആൾ പറഞ്ഞത്. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയെയും ഇയാളെയും കണക്ട് ചെയ്യുന്ന ലീഡുകളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനും സാധിച്ചില്ല. എന്നാൽ ബാക്കിയുള്ള 2 കൊലപാതകങ്ങൾ താൻ തന്നെയാണ് ചെയ്തതെന്നുള്ളത് ഈ ഒരു ലീ സമ്മതിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് എന്താണ് പറ്റിയെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് പോലീസിന് ഇപ്പോഴും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ലീനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ മീഡിയയിൽ വന്നു. പിന്നെ ലീയും ഈ ഒരു ടാക്സി ഡ്രൈവറും സംസാരിക്കുന്നതിൻ്റെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭീകരമായിട്ടുള്ളൊരു ട്വിസ്റ്റാണ് നടന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ ആക്ച്വലി ഈ ഒരു ലീയുടെ ഭംഗിയെ കുറിച്ചിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. ആളത്രയും ക്യൂട്ടാണ്, ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഇത്രയും ഭംഗിയുള്ള ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ, അങ്ങനെ ഇങ്ങനെയുള്ള ചിന്തകളും അങ്ങനെ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. എന്തിനേറെ പറയുന്നു, ഇയാളുടെ ഫാൻസ് ഇനി മൂണിനെ ടാർഗറ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി വരെ പോലീസിന് ഉണ്ടാവുകയാണ്. യെസ്, അപ്പോൾ മൂൺ കാരനാണല്ലോ ആൾ ജയിലിൽ പോയത്. ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരാളെ ജയിലിൽ തള്ളിവിടാനുള്ള കാരണക്കാരി മൂണാണല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ മാസ്ക് ചെയ്യാണ്. ഈ മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു പേരാണ്. ശരിക്കും അവരുടെ പേരോ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ പോലീസുകാർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ലീ കമ്മിറ്റ് ചെയ്ത 2 മേഡേഴ്സ് പോലീസിനെ തെളിയിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആള് ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മളിന്ന് പറഞ്ഞത് ലീ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റോറിയാണ്. ആളുടെ അത്രയും ക്രൂക്കഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ അത്രയും വക്രബുദ്ധിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ആൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. അതും ആളുടെ ഭംഗിയും അതേപോലെ തന്നെ ആ ഒരു ചാമും യൂസ് ചെയ്തിട്ടായിരുന്നു ആൾ ഇതേപോലെ തന്നെ സ്ത്രീകളെയും മറ്റുമൊക്കെ വലയിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.